വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊല്ലം DDE ഓഫീസിലേക്ക് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പ്രകടനവും ധർണയും നടത്തി. എല്ലാ അധ്യാപകർക്കും നിയമന അംഗീകാരവും ജോലി സംരക്ഷണവും ഉറപ്പുവരുത്തുക, നിഷേധിച്ച ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും ഉടൻ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ മാത്രം 3 സ്കൂൾ അടച്ചുപൂട്ടി ഈ അടുത്ത സമയത്ത്. ആ ജില്ലയിൽ, മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ മാത്രം 8 സ്കൂൾ അടച്ചുപൂട്ടിയത്. ഈ കൊല്ലമടക്കം ഓരോ പ്രദേശത്തും എത്ര സ്കൂളുകൾ യാതൊരു മര്യാദയില്ലാതെ താഴിട്ട് പൂട്ടുകയാണ്. ഈ കൊല്ലത്ത് ഒരു DO ഇല്ലാതെ എത്ര മാസങ്ങൾ കിടന്നു എന്നറിയോ? അധ്യാപകരുടെ ശമ്പളം ഒപ്പിടാൻ ആളില്ല. വിദ്യാർത്ഥികൾ സ്കൂൾ തുറന്നിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഇവിടെ DO പോലും. ഇവിടുത്തെ സർക്കാരിന്, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനോട് എന്ത് ആത്മാർത്ഥതയുണ്ട്? എല്ലാ അധ്യാപകർക്കും നിയമന അംഗീകാരവും ജോലി സംരക്ഷണവും ഉറപ്പുവരുത്തുക എന്നുള്ളത്. ജോലി സംരക്ഷണം ഉറപ്പുവരുത്തിയ സർക്കാരിന്റെ പേര് ഉമ്മൻചാണ്ടി സർക്കാർ. ജോലി സ്ഥിരത ഇല്ലാതാക്കിയ സർക്കാരിന്റെ പേര് കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ അഴിമതിക്കാരനായ പിണറായി വിജയൻ. തൻകാര്യം മാത്രം നോക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ.